ഹലോ, അപ്പം നമുക്കൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരുന്നാലോ? നമ്മളിപ്പോൾ ഗുജറാത്തിലാണ് കേട്ടോ ഉള്ളത്. എന്നും ഒന്ന് മാർക്കറ്റിൽ പോകാനുള്ള സൗകര്യം നമുക്കില്ല. കിട്ടുന്ന അവസരത്തിലൊക്കെ പോയി മീൻ വാങ്ങും, ഇല്ലെങ്കിൽ ചിക്കൻ ആശ്രയിക്കണം. ചിക്കൻ ആയാലും നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര വിലയാണ്. മാർക്കറ്റിൽ പോയാൽ 20 രൂപ കുറച്ച് കിട്ടും. അപ്പോൾ എല്ലാത്തിനോടും ഒരുമിച്ച് പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. ഇപ്പോൾ ഈ കാണുന്നൊരു റോഡാട്ടോ, നമ്മുടെ മഴയ്ക്ക് മുന്നേ പൊളിച്ചിട്ട റോഡാണ്. ഇതുവരെ ഇത് ശരിയാക്കിയില്ല. സത്യം പറയാൻ തോട്ടിലൂടെ ഓടിക്കുന്നത് പോലുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും ന്യൂസ് ചാനൽ വന്നേനെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാർ ഇടപെട്ടേനെ. ഇവിടെ അങ്ങനെ ഇടപെടലൊന്നും കാണുന്നില്ല. നമ്മൾ കാണാത്തതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതുവരെ പണിതില്ല കേട്ടോ. എങ്ങനെയോ ബുദ്ധിമുട്ടി ഇറക്കി. ആദ്യം ഒന്ന് പകച്ച് നിന്ന് ഇറക്കണോ വേണ്ടയോ എന്ന്. എന്നാലും ഇറക്കുന്ന ധൈര്യത്തിൽ വണ്ടി ധൈര്യമായിട്ട് അങ്ങ് ഇറക്കി. വരുന്നിടത്ത് വെച്ച് കാണാം, വീണാ വീട്, അങ്ങനെ തന്നെ. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? കല്ലുകളുണ്ട് അടിയിൽ. ഇവിടെയാണെങ്കിൽ റോഡിൽ കുഴി വന്നാൽ മണ്ണിട്ടങ്ങ് നികത്തും. അപ്പോൾ അതിനിടയിൽ കല്ലുകൾ കയറും. അല്ലെങ്കിൽ കുഴി വലിയ വലിയ കുഴിയാണെങ്കിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല കുഴിയിലോട്ടാണ് ചെന്ന് വീഴുന്നത്. എൻ്റെ മുന്നിൽ തന്നെ എത്ര പേര് വീണിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പേടിച്ചാണ് നമ്മൾ ഓടിക്കുന്നത്. കാരണം കുഴിയുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. ഇത് ക്യാമറയുടെ കീഴിൽ കൂടെ കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ അത്ര സ്ട്രിക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇടവും വലവും വണ്ടി വരാം, ഹെൽമെറ്റ് വെക്കാതെ ഓടിക്കുക. ചില വണ്ടികൾ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എനിക്കിതൊന്നും പറ്റിയൊന്നും വരാറില്ല. അത് വരാറുണ്ടോ എന്നും അറിയത്തില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ചെക്കിങ് കാണാറുണ്ട്. അപ്പം നമ്മളതൊക്കെ കണ്ടിങ്ങനെ നീങ്ങി പോകും, അത്ര തന്നെ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനമാണോ കേരളത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാൻ ഒരു അത്ഭുതം തോന്നി കേട്ടോ. പിന്നെ നമ്മൾ മാർക്കറ്റിലെത്തിയപ്പോൾ ഇതുപോലെ ചെറിയ കച്ചവടക്കാരുണ്ട്, വലിയ കച്ചവടക്കാരുണ്ട്. ഈ ചെറിയ കച്ചവടക്കാരാണെങ്കിൽ ഐസ് ഇടത്തില്ല മീനിൽ. ഈ വെയിലത്ത് ഇങ്ങനെ വെച്ചേക്കും, അതുകൊണ്ട് വേഗം കേടാവും. അപ്പം നമ്മൾ അടുത്തുനിന്ന് കുറച്ച് ഐസൊക്കെ വാങ്ങിച്ചിടണമേ. ഇവരുടെ കയ്യിൽ നിന്ന് 150 രൂപ. പക്ഷേ വലിയ ഐസ് ഇടുന്ന കച്ചവടക്കാരാണെങ്കിൽ 250, 300 രൂപ. എന്തായാലും ഐസിട്ട മീൻ കുറച്ച് വാങ്ങി, ഐസ് ഇടാത്തതും കുറച്ച് വാങ്ങി. കാരണം എപ്പോഴും നമുക്ക് വരാൻ പറ്റത്തില്ല, നമ്മുടെ ജോലി തിരക്കാണ് കാരണം. ജോലി തിരക്കുന്നത് എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. അപ്പോൾ ഈ മീൻ വളർത്തുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മുടെ സിലോപ്പിയുടെയൊക്കെ കൂട്ടിരിക്കുകയാണ്. ഞണ്ടിങ്ങനെ പെട്ടയ്ക്കുന്ന കണ്ടുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോയതാണ്. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളൊക്കെ കാണാനും അറിയാനും വേണ്ടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഇനി